ഉണ്ണി വന്നു. ഉണ്ണിച്ചേട്ടൻ്റെ ആ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാഷനാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഉണ്ണി ഇല്ലെങ്കിൽ ഈ വർഷം ഞാൻ കളിക്കത്തില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ ടീമിന് വേണ്ടി ഇത്രയും എഫേർട്ട് കൊടുക്കുന്നതും. ടീമിന് വേണ്ടി എന്ത് പറയാൻ, നമുക്ക് തന്നെ അത് തോന്നി, വിഷമമായി പോകും കളി തോക്കുമ്പോൾ. അയ്യോ, ആ ക്യാപ്റ്റന് നമുക്കിത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, തിരിച്ചത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ നമുക്ക് ചില ക്യാപ്റ്റൻസിലൂടെ തോന്നും, നമുക്ക് ആസ് എ പ്ലെയർ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നു. കാരണം ഞാൻ ഈ സിനിമാ നടന്മാരിൽ കുറച്ച് പ്ലെയേഴ്സിനെ ഇങ്ങനെ നല്ല ക്രിക്കറ്റർ ഹൂ ക്യാൻ ആക്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, അങ്ങനെ തോന്നിയിട്ട് അതായിരിക്കും കുറച്ചുകൂടെ പറയണത് നല്ലത്. കാരണം നല്ല ആക്ടർ, ബെസ്റ്റ് ആക്ടർ ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ് അന്ന് പറയുന്ന വളരെ കുറച്ച് പേരെ നമുക്ക് എടുക്കാവുള്ളൂ. ഇടയ്ക്ക് നിവിൻ പോളി ആക്ച്വലി കുഴപ്പമില്ല ബാറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ വരുന്ന ചാക്കോച്ചൻ കുഴപ്പമില്ല ബാറ്റ് ചെയ്യും, ഇന്ദ്രേട്ടൻ കളിക്കും, ആസിഫ് കളിക്കും. പക്ഷെ ആസിഫ് നിവിനെല്ലാം ഇപ്പോഴത്തെ ഷെഡ്യൂൾ വെച്ച് അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ്റെ വരവ്. പക്ഷേ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയം, പക്ഷേ ഉണ്ണി മാർക്കോ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഉണ്ണി മാർക്കോ ചെയ്ത് നിൽക്കുന്ന സമയം ഇത്രയും മോസ്റ്റ് നല്ല പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ് വരുന്ന ആസ് എ ക്യാപ്റ്റൻ കൂടെ. ഫുള്ള് കളി അവൈലബിളുമാണ് പുള്ളി ടീമിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ടീം മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായിരിക്കും പുള്ളിക്ക് ഷൂട്ടൊക്കെ എന്തോരം മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കില്ല കളി കാണുന്ന സമയത്തൊക്കെ ഷെഡ്യൂൾ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി നമ്മൾ കറക്റ്റ് ഒരു പ്രൊഫഷണൽ ടീം പോലെയായിരുന്നു ഈ വർഷം. നമ്മൾ കളിക്ക് മുമ്പ് തലേദിവസം ഒരു ടീം മീറ്റിംഗ്, കളി കഴിഞ്ഞിട്ട് ഒരു ടീം മീറ്റിംഗ്, നമ്മൾ ഉണ്ണി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും. ബാക്കി ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ കളി തോറ്റതിന് ശേഷം വളരെ വൈകാരികമായ രംഗങ്ങളുണ്ടായി. അത് വെളിയിൽ പറയുന്നില്ല ഞാനിപ്പം. വളരെ വളരെ വിഷമത്തോടെ ഈ ടീം ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കളി തോറ്റിട്ട് നമ്മളെ KS ഇത്രയും വിഷമിക്കുന്ന ഒരു വർഷം ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്. ഇതുവരെ ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. നമുക്ക് തോന്നി നമുക്ക് ജയിച്ച് കപ്പടിച്ചത് എന്തായിരുന്നു, വല്ലാത്തൊരു വിഷമമായിപ്പോയി എല്ലാവർക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെസ്പിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ തന്നെ ഒരു മാസം എടുത്തു ആ ടീമിന്. എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു മാസത്തോളം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഒന്ന് ടോട്ടലി ഡെസ്പായിരുന്നു ആ ടീം.